ഈ ഒരു ഗുജേറിന്റെ കേസ് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില കേസുകളുണ്ട്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, MK മസൂദ് കാസർകോട്ടെ ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ്. അവിടെ ഉദുമയിലെ മേലമ്പാടി ലീഗ് കൗൺസിലറാണ്. മേലമ്പാടി പഞ്ചായത്തിന്റെ ലീഗ് കൗൺസിലറാണ്. 123 കിലോ കഞ്ചാവുമായി ഇവിടെ നിന്ന് പിടിച്ചു, കർണാടകയിൽ നിന്ന് പിടിച്ചു. ഇതൊരു സംഭവമാണ്. അതിന്റെ കുറച്ച് മുൻപ് ഒരു സാദിഖ് അലി കൂമ്പാറ MDMA-യുമായിട്ട് യൂത്ത് ലീഗിന്റെ നേതാവ് പിടിക്കപ്പെട്ടു. കോഴിക്കോടാണ്. MDMA-യുമായി പിടിക്കപ്പെട്ടു. ഇവരെയൊക്കെ പിടിക്കുന്നതും ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതും ഉപയോഗിച്ചതിന്റെ പേരിലല്ല, വിൽപ്പന നടത്തി എന്നുള്ളതാണ്. ഇവരിതിന്റെ വലിയ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങളെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വേറൊരാളുടെ ഒരു ഷഫീർ മോട്ടുമൽ കാവിലുംപാറയിലാണ്. ഇപ്പോൾ ദുബായിലോ മറ്റോ ജയിലിലാണ്, വിദേശത്ത് ജയിലിലാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാം. ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അപ്പൊ യൂത്ത് ലീഗ് തന്നെ ഇതിനൊരു മൗനാനുവാദം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കാകെയുണ്ട്. ഇവർക്ക് എന്ത് മാർഗവും ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് ഈ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പൊ മറ്റു രണ്ട് വിഷയമുണ്ട്. ഒന്നൊരു ഫൈസൽ എടശ്ശേരി, യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറാ ഫൈസൽ എടേരി. 50 ലക്ഷം വില വരുന്ന സ്വർണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് 2023 ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പറയാൻ പറ്റാത്ത ഭാഗങ്ങളിലോ മറ്റോ വെച്ചു. അങ്ങനെയാണുള്ള സ്വർണം കടത്തുന്നത് ഇവര് കൊണ്ടുവന്ന് പിടിച്ചു. ജാമ്യത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാ മുസ്ലിം ലീഗിന്റെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാ. അതൊന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു TP ഹാരിസ് മറ്റൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാ. ആരുടെ? മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാ. 25 കോടിയിലധികം രൂപ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ച് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു. ഇത് ആ TP ഹാരിസിൽ മാത്രം നിൽക്കുന്നതാണോ? ജില്ലാ പഞ്ചായത്തിലെ പല പ്രവർത്തികളും ഏറ്റെടുക്കാം, അതിൽ നിന്ന് ലാഭം കിട്ടും, ഞങ്ങൾ ആ ലാഭവിഹിതം നിങ്ങൾക്ക് തരാം. ആരാ പറയുന്നത്? മുസ്ലിം ലീഗ് നേതാവാ. എന്നിട്ട് ലാഭവിഹിതവും ഇല്ല, മുതലും ഇല്ല. ആള് മുങ്ങി, പോലീസ് പിടിച്ചു. ഇപ്പോ റിമാൻഡിലാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇതിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് പങ്കില്ലേ? പങ്കില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയധികം കോടികളുടെ ഇടപാട് നടത്തുമോ? ഇങ്ങനെ ഒരു ഭാഗത്ത് ലഹരി ഇടപാട് നടത്തുന്നു, മറുഭാഗത്ത് ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത് നടത്തുന്നു, ഇതുപോലെ നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു. മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹജ്ജിന്റെ പേരിൽ ഈ TP ഹാരിസ് നിങ്ങൾ പരിശോധിക്കണം. ഹജ്ജ് ഹൗസിൽ അവിടെ ക്യാമ്പ് നടക്കാറുണ്ട്. ആ ക്യാമ്പിന് ആയുർവേദ ചികിത്സയോ ആയുർവേദ മരുന്നോ ഒക്കെ കൊടുക്കാം. അതിന്റെ പേരിൽ എന്ത് ചെയ്യാണ് ഇവര്? നിക്ഷേപം വാങ്ങുക. അവിടെ ആയുർവേദ മരുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി പണം വാങ്ങി എന്നുള്ളതാ മറ്റൊരു ആക്ഷേപം. അങ്ങനെ നിരവധി പരാതി TP ഹാരിസിനെതിരെ വരിക. ഇവിടെ എന്താ സംഭവം? മുസ്ലിം ലീഗ് ഈ തട്ടിപ്പുകാരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വമാകെ ഇതിന് പിന്തുണ കൊടുക്കുന്നു. ഒരു ഭാഗത്ത് ലഹരി കച്ചവടം, ഒരു ഭാഗത്ത് സ്വർണ്ണക്കച്ചവടം, ഒരു ഭാഗത്ത് തട്ടിപ്പ്. ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മുസ്ലിം ലീഗ് മാറുമ്പോൾ സാക്ഷാൽ പാണക്കാട്ട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതിലൊരു നിലപാട് പറയണം. എന്താണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കാൻ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്? ഇവരിടപെടണ്ടേ ഇതിനകത്ത്? നാട്ടിലെ സകല കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കെതിരെയും ആക്ഷേപം ചൊരിയുന്നവരാണല്ലോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയണം. ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രക്ഷോഭം DYFI ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെയും ഈ കണ്ടെത്തലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിയമപരമായി കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം തുറന്നു കാണിക്കുന്ന പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും.